അതൊരു സാധാരണ ജനനമല്ല. പിന്നെ അന്ന് മക്കയിലുണ്ടായ സംഭവം അതാ ഖുറൈശികളിൽ നിന്നുള്ള ഒരു സംഘം. ഇത് ഇമാമിങ്ങളൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായ അടക്കമുള്ള ചരിത്ര കിതാബുകളിൽ കാണാം. ഖുറൈശികളിൽ നിന്നുള്ള ഒരു സംഘം കാനു ഇൻദ സ്വനമി മിൻ അസ്നാമിഹിം, അവരവരുടെ ദേവാലയത്തിൽ അവരുടെ ബിംബങ്ങളെ സമീപത്ത് ഇങ്ങനെ നിൽക്കുക. അന്നൊരു പെരുന്നാൾ ദിവസമായിരുന്നു, അവരുടെ ഒരു ആഘോഷ ദിവസമാണ്. അത് ആഘോഷ ദിവസം തന്നെയാണല്ലോ ലോകത്തുള്ള എല്ലാവർക്കും. അങ്ങനെ വലിയ വലിയ ഒട്ടകങ്ങളൊക്കെ അന്ന് അവർ അറക്കും. അവർ കുടിക്കും, അതുപോലെ അതൊക്കെ തിന്നും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് അവരെ ആ ദേവാലയത്തിലേക്ക് കടന്നു. ഏതാ ദിവസം? റബീഉൽ അവ്വൽ 12. അപ്പോ നോക്കുമ്പോണ്ട് എല്ലാ ബിംബങ്ങളും മുഖം കുത്തി വീണ് കിടക്കുന്നു. അപ്പോ അവര് നന്നാക്കി വെച്ചു. പഴയ അവസ്ഥയിലേക്ക് തന്നെ അതിനെ മാറ്റി. നിൽക്കണില്ല, അത് വീണ്ടും വീഴുകയാണ്. അങ്ങനെ 3ഓ 4ഓ തവണ നന്നാക്കി വെച്ചിട്ട് കാര്യമില്ല, ഒക്കെ പിന്നെ വീഴുകയാണ്. അപ്പോ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ ഇത്, എന്താ സംഭവം, എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ആ സംഭവത്തെയാണ് ആ പാട്ടിലൂടെ വർണ്ണിക്കുന്നത്. അദ്ദേഹം ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് അന്ന് 30 ബിംബങ്ങളുടെ ആളാണ്. ആ നിലയ്ക്ക് തന്നെ ചോദിക്കുകയാണെന്ത്, അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബാ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. അല്ല, അങ്ങക്ക് എന്ത് പറ്റിപ്പോയി? ഓരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ഞങ്ങൾ ഒരുപാട് നന്നാക്കി വെക്കാൻ നോക്കുന്നുണ്ട്, ഞങ്ങൾ ശരിക്കും നിർത്തുകയാണ്, പക്ഷെ വീണ്ടും മുഖം കുത്തി വീഴാണ്. എന്ത് പറ്റി? ഞങ്ങൾ ചെയ്ത വല്ല തെറ്റിന്റെയും അടിസ്ഥാനത്തിലാണോ? സാധാരണ ഇങ്ങനെ കാണലില്ലല്ലോ. ഇന്ന് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാകുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് റെഡിക്ക് നിൽക്കേണ്ട ദിവസമല്ലേ ഇത്? ഇങ്ങനെ മുഖം കുത്തി വീണാലോ? എന്താ വിഷയം? ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ തെറ്റുന്ന് മടങ്ങാം, ഞങ്ങള് ഖേദിച്ച് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. നിങ്ങൾ നേരെ നിൽക്കാൻ ഞാൻ ഇപ്പൊ ആഘോഷം ശരിയാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു അശരീരി കേൾക്കുകയാണ്. ബിംബങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അവരിങ്ങനെ കേൾക്കുന്നു ആ ചോദിച്ചതിന്റെ മറുപടി. അതാണ് അടുത്ത വരി. തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുബി സ്വലാത്തും വതസ്ലീമും അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. അത് നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ നിൽക്കുന്ന ദിവസമല്ല ഇത്. ഇത് സംഭവിച്ചത് ലിമൗലൂദ്, ഒരു കുട്ടി ജനിച്ചുപോയി. ആ കുട്ടിയുടെ ജനനം കൊണ്ട് അല്ലാഹു ലോകം മുഴുവനും പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ലോകം മുഴുവനും അതിന്റെ അലയൊലികൾ നടക്കുകയാണ്. കിസ്റയിൽ സംഭവിക്കുന്നുണ്ട് അത്, കൈസറിൽ സംഭവിക്കുന്നുണ്ട് അത്. ലോകം മുഴുവനും ഈ കുട്ടിയുടെ ജനനത്തിലാണ്. അതുകൊണ്ട് ഫയാലാ ഖുസൈൻ ഇർജിഉ അൻ ളലാലികും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹബി. നേർക്ക് നേരെയുള്ള വഴിയാണ് പരിശുദ്ധ ദീൻ. ആ ദീനിന്റെ ആളായിട്ടാണ് ജനനം തന്നെ. അതുകൊണ്ട് തന്നെ ആ പഴയ അന്ധകാരവും അനാചാരവും ഒക്കെ ഒഴിവാക്കിയിട്ട് നേരായ മാർഗത്തിലേക്ക് വരൂ ഖുസൈ തറവാട്ടുകാരെ, ഖുറൈശികളെ. നല്ല സംഭവം. ഇതിപ്പോ ഇങ്ങനെ മങ്കൂസ് മൗലിദിൽ പറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല, എത്രയോ കാലമായി ഇത് പാടി വരികയാണ്. ഇപ്പൊ ചിലരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇതിപ്പോ എന്താ അപ്പൊ അതൊരു ബിംബത്തെ വിളിച്ചുള്ള ഒരു വിളിയാണല്ലോ. അപ്പൊ അത് അയാസ്വാനമൽ എഴുതിയെന്നാണല്ലോ.
അതൊരു ചരിത്രം പറഞ്ഞതാണ് എന്നുള്ള വിവരം പോലുമില്ല. ഇപ്പൊ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഖുർആനിലുള്ള ചരിത്രം ഉദ്ധരിക്കും. അപ്പൊ ഫിർഔനിനെ കുറിച്ച് പറയും. ഫിർഔന്റെ വാക്കാണ് അന റബ്ബുക്കുമുൽ അഅ്ലാ. അല്ലെ, ഫിർഔനുണ്ടല്ലോ ഖുർആനില്. ഫിർഔനുണ്ട്, ശൈത്താനുണ്ട്, ഇബ്ലീസുന്നുണ്ട്. ഖുർആനിൽ അത് വന്നാൽ അതൊരു ചരിത്രം അല്ലെങ്കിൽ അവൻ പറഞ്ഞത് എടുത്തുദ്ധരിക്കുമ്പോ അത് പിന്നെ അതിന്റെ ഭാഗമാവും, ചരിത്രത്തിന്റെ ഭാഗവും. ഫിർഔനെന്ന് ഖുർആനിൽ ഓതിയാൽ ഫാവിന് കൂലിയുണ്ട്, റാഇന് കൂലിയുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 10 കൂലിയെങ്കിലും ഉണ്ട്. അതാ സംഭവം തിരിച്ചത്. ഒരാള് ഫിർഔന്റെ വാക്കൊന്നും പള്ളിക്കൊന്നും ഓതാൻ പാടില്ല, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നുള്ളതൊക്കെ വെട്ടിച്ചോർക്കണം എന്ന് പറഞ്ഞാൽ പണ്ട് മൊല്ലാക്ക ഖുർആൻ നന്നാക്കി ആയിട്ടുണ്ടാവും, ശൈത്താൻ ഇബ്ലീസ് മൊത്തം വെട്ടിപ്പോയി. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. അതൊരു കാര്യം പറയുമ്പോൾ അത് എടുത്ത് ഉദ്ധരിക്കുകയാണ് എന്നതുപോലെ അന്നുണ്ടായ സംഭവത്തെ എടുത്തുദ്ധരിക്കുകയാണ്. അപ്പൊ അയാസ്വാനം എന്ന് പറഞ്ഞാൽ അന്ന് അവർ വിളിച്ചപ്പോ അവർക്ക് മറുപടിയും കിട്ടി. അതൊക്കെ അന്ന് സംഭവിച്ചു. അങ്ങനെയുള്ള അത്ഭുത ദിവസമാണ് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ടിപ്പോ ചില ആളുകൾ ഇവിടെ ഇതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട് സ്വലാത്തും വ തസ്ലീമുൻ. അപ്പൊ ഇതിന് സ്വലാത്തും വ തസ്ലീമുൻ ചൊല്ലാൻ പാടില്ല എന്നാ അപ്പൊ ചില വാദം. ജവാബ് ചൊല്ലണ്ടില്ല, അതങ്ങനെ പാടിപ്പോയാൽ എന്തൊക്കെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതാണ് മതം എന്ന് ചോദിച്ചതുപോലെയുള്ള ആളാണ്. അത് ഒരു മൊയ്ലിയാരി പറഞ്ഞപ്പോ വേറൊരു തങ്ങളെ എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോ അയാൾ പറയുന്നുണ്ട്, എന്ത് തോന്നിവാസമാണത്, അയാസ്വാനമൽ ഈദി എന്നുള്ളതൊക്കെ പാടുമ്പോ ജവാബ് ചൊല്ലുകയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ നമ്മൾ എല്ലാ കാലത്തും ഉള്ളതല്ലേ എന്ന് പറയുന്ന ഒരു പ്രസംഗം ഇന്നലെ കേട്ടു. അതൊന്ന് കേൾപ്പിച്ചോ. ഏതോ ഒരു വിമാരാധകൻ ഏതോ ദൈവങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞൊക്കെ എന്നിട്ട് ചെല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരും അതിലൊക്കെ വഞ്ചിതരാകുന്നവരും. അതാണ് വലിയ സങ്കടം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാര് എല്ലാറ്റിനും സ്വലാത്ത് ജവാബും ചൊല്ലും, അതിന് മാത്രം ചൊല്ലൂല. ഒരാദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? അവരെ ചരിത്രം ഒട്ടും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ ആ ബൈത്തിന്റെ അവസാനം എന്താ പറഞ്ഞത്, ആദ്യം എന്താ പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത് എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാതെ തോന്നിവാസം പറയാന്നൊക്കെ ഇതിന് പറയാൻ പറ്റുള്ളൂ. പറയുന്നൊരു പരിയൊക്കെ ഇല്ലേ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തോന്നിവാസം പറയാന്നാണ് പറഞ്ഞത്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശക്തമായി പറയേണ്ടത് തന്നെ. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. വളരെ ശക്തമായി പറയണം. കാരണം ഇവിടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണല്ലോ നമ്മുടെ ആലിമീങ്ങൾ ഇത് ചൊല്ലി പോകുന്നത്. അപ്പൊ അവിടെ മാത്രം ഇത് എല്ലാം പാടില്ല പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന് അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. മഹാനായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ചെയ്തു എന്ന പോലെ ഇവിടെ അവസാനം ഫയാല ഖുസയ്യിൻ നിർജു വലാലികും വഹുബു ലിൽ ഇസ്ലാമി വൽ മൻസിലിർ വഹബി. എല്ലയോ ഖുസയ്യ ഗോത്രക്കാരെ, നിങ്ങൾക്ക് ഈ പേച്ചാത അന്ധവിശ്വാസങ്ങളും ദൈവങ്ങളും മറ്റൊക്കെ വലിച്ചെറിയാൻ നിങ്ങൾക്കായിട്ടില്ലേ, നിങ്ങൾക്ക് അവസരമായില്ലേ. ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുവിൻ, നിങ്ങൾ ബഹുദൈവാരാധനകൾ ഒഴിവാക്കുവിൻ എന്നാണ് ആ ബൈത്തിന്റെ സാരം. ഞാൻ സാന്ദർഭികമായിട്ട് പലപ്പോഴും ചില സദസ്സുകളിലൊക്കെ ചില മൗലിദ് കിതാബ് പോലെ ഇതിന് ജവാബ് കാണില്ല എന്ന് കാണുന്നത് വളരെ വേദനാജനകമാണ്. നമ്മളിതിലൊന്നും വഞ്ചിതരായി പോവരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. ആദ്യം ചരിത്രം പഠിക്കണം. ഓരോരുത്തരെ കുറിച്ചും ചരിത്രം പഠിച്ചിട്ട് നമ്മളെ ചെല്ലാവേണ്ടത്. അങ്ങനെ തന്നെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. എല്ലാത്തിലും പറയണമെന്ന് മാത്രം. എല്ലാ വിഷയത്തിലും അങ്ങനെ ശക്തമായിട്ട് പറയണം. നമ്മൾ പറയുന്നതും അതാണല്ലോ. ആവശ്യമില്ല, ജനങ്ങൾ ചെല്ലിപ്പോരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എല്ലാരും
ഇപ്പൊ ഇവിടെ പഴയ കാലത്ത് തന്നെ മൗലൂദ് ഓതുമ്പോ ഖൽബുഹു യസ്ലാ ബിന്നാർ എന്ന് പറയുമ്പോ എല്ലാവരും കൂടി സ്വലാത്തും വ തസ്ലീമുൻ അല്ലെ, അതിന് മുമ്പ് സ്വല്ലല്ലാഹു ചൊല്ലും, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദും ചൊല്ലിയിട്ട് പിന്നെ ഇത് ചൊല്ലും, സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. ഈ അയാസ്വാനവൽ ഈദി എന്ന് ചരിത്രപരമായി ഉദ്ധരിക്കുമ്പോ അതിനും നമ്മൾ ജവാബ് ചൊല്ലും. അപ്പൊ പച്ചയായ തോന്നിവാസം ചിലര് വന്നിട്ട് എന്തിനാണ് വസ്വാസ് ഉണ്ടാക്കുന്നത്? ഒരിക്കലും ശരിയല്ല. വളരെ ശക്തമായിട്ട് പറഞ്ഞതിന് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾക്ക് ഇസല്ലല്ലോ, നമ്മക്ക് APEK ഇതൊന്നുമില്ല. അതൊക്കെ അതിന്റെ വൈക്ക് നടക്കട്ടെ. നമ്മൾ പറയുന്ന ആശയം അത് മുൻഗാമികളായ മഹത്തുക്കൾ പഠിപ്പിച്ച ആശയം. മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങളും മഹാനരായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളും ചെറുശ്ശേരി ഉസ്താദും ഇതുപോലെയുള്ള മഹത്തുക്കൾ അവരിവിടെ പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട്. ആ ശൈലിയാണ് നമ്മുടെ ശൈലി. അത് ശംസുൽ ഉലമ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാമായി അതിൽ. കാരണം എന്തുകൊണ്ട്? ശംസുൽ ഉലമ ജീവിച്ച ജീവിതം അത് മുൻഗാമികളായ ഇമാമിയങ്ങളുടെ ചര്യയിലാണ്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസംഗങ്ങളിലൊക്കെ ശംസുൽ ഉലമയുടെ ആദർശം എന്ന് നമ്മൾ പ്രത്യേകം പറയാൻ കാരണം. പക്ഷെ അത് എല്ലാ സ്ഥലത്തും വേണം, എല്ലാ സ്ഥലത്തും വേണം. ഈ പറച്ചിൽ ഇവിടെ സ്വലാത്ത് ഒഴിവാക്കിയപ്പോഴേക്ക് മൂപ്പര് പ്രയോഗിച്ച പ്രയോഗം കണ്ടില്ലേ? എന്തൊരു തോന്നിവാസം! ഇതിനൊക്കെ ഒരു അതിര് വേണ്ടേ? ഇനി ആരാ ഈ സ്വലാത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആള്? അതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. സ്വലാത്ത് ഒഴിവാക്കണം, അവിടെ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ മൊയിലേരുണ്ട്. ആ മൊയിലേരാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് അത്ര തോന്നിയാസം പറഞ്ഞപ്പോഴാണ് ഈ തങ്ങൾക്ക് ദേഷ്യപ്പെട്ടു പോയത്. ആ മൊയിലേരെ അത് പറയും, കേട്ടോളൂ. ഈ സംഭവം പറയുന്ന സ്ഥലത്ത് അസ്സലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ എന്ന് ആദ്യത്തെ പദ്യത്തിന് അങ്ങനെ ഓരോന്നിനും ചില ജവാബുകളായിട്ട് ചില സലാത്തുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെ സലാത്തുൻ വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി എന്ന് പറയുന്ന ഒരു സലാത്ത് ജവാബായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജവാബ് അച്ചടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തുടക്കത്തിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമാണ്. അതായത് നേരത്തെ ഇതിൽ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസി, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു, മാലഹു ഖദ് അക്സറ തനക്കുസ, ഇതെന്താ ഇങ്ങനെ മറിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്, എന്തോ ഒരു പുതിയ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് കത്തിക്കൊണ്ട് അദ്ദേഹം പാടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളെ പാട്ടല്ലേ പറയണ്ടേ? പിന്നെ അവിടെ ഒരു സലാത്തല്ലല്ലോ ചൊല്ലേണ്ടത്, സലാത്ത് കയറിയിട്ടല്ലല്ലോ അയാൾ പാടുക. അതുകൊണ്ട് അവിടെ സലാത്ത് ചൊല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടങ്ങള്, ഒരു സമൂഹം ഒന്നിച്ച് സ്വലാത്ത് ചൊല്ലി പോരുകയാണ്. അയാള് പാടിയത് മൗലൂദിൽ പറയുമ്പോ മൗലൂദിന്റെ ശൈലി അനുസരിച്ചല്ലേ അത് വരിക. അയാൾ പാടിയത് എന്തെന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്വലാത്ത് ചെല്ലാലോ. അതാണല്ലോ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി. അത് ചൊല്ലിയിട്ട് ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ കണ്ടെങ്കിൽ അയാൾ വസ്വാസ് ഉണ്ടാക്കി ആ സ്വലാത്ത് വല്ലാതിരിക്കാൻ വേണ്ട. നേരെ അത് അതിനാണ് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞ് തോന്നിവാസം, ഇതിനൊക്കെ ഒരു അതിര് വേണ്ടേ? അതാ ഞാൻ പറഞ്ഞ അങ്ങനെ ചോദിക്കണം, പറഞ്ഞതാര് എന്ന് നോക്കാതെ തന്നെ ചോദിക്കണം. അതാ വേണ്ടത്. കാരണം ഇത് വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞിട്ടില്ല, അയാൾ ഒന്നുകൂടി പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ തറദ്ദാലി മൗലൂദിന് അവിടുന്ന് അങ്ങോട്ട് ജവാബ് ചൊല്ലാന്നാണ്, അതിന് മുമ്പുള്ളത് ചെല്ലാൻ പാടില്ല എന്നാ പറഞ്ഞു. അതും കൂടി കേൾക്ക ബാക്കി. അഥവാ ഇനി ആരെങ്കിലും ഈ സലാത്ത് വ തസ്ലീമുൻ എന്ന ഈ പദ്യം ആദ്യം തന്നെ ചൊല്ലണം എന്ന് അവിടെ അത് എഴുതിയതുകൊണ്ട് അതിന് അർത്ഥമില്ല. അത് ആ ശൈലിയിലാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് അറിയിക്കുന്നതും. അതിൻ്റെ പുറമെ തറദ്ദാലി മൗലൂദിൻ മുതൽക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. ആ മദ്ഹിന് അത് നമുക്ക് ചൊല്ലാവുന്നതും ആണ്. ഈ മൗലൂദൊക്കെ ഒന്നിന് നേതൃത്വം കൊടുക്കുക പണ്ഡിതന്മാരാണല്ലോ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് മാലിക് ഇബ്നുൽ ഹുവൈരിസിൻ്റെ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസിൻ്റെ പാട്ടാണ്
എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അവിടെ അവർ ചൊല്ലൂല, കുറെ ഇങ്ങോട്ടെത്തുമ്പോൾ ചെല്ലുക, അങ്ങനെ കുറെ ഇങ്ങോട്ട് എത്തുമ്പോ ചെല്ല, അവിടെ ചെല്ലാതെക്കുക. എന്തിനാണ് ഇതൊക്കെ? ആരം അത് തന്നെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ മങ്കൂസ് മൗലിദ് തന്നെ പറ്റാത്ത അവസ്ഥയിലെത്തി. മങ്കൂസ് മൗലിദിന്റെ ഓരോ വരികളെയും ചോദ്യം ചെയ്തപ്പോ ലാസ്റ്റ് എത്തിപ്പെട്ടതാ അത്. അതുകൊണ്ട് നമ്മളെ ചൊല്ലിക്കൊണ്ട് തന്നെ പഴയ രൂപത്തിലുള്ള തന്നെ ചെല്ലണം. ഒന്നുകൂടി ചെല്ലന്നെ. بعيد ومن قربي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഓരോ വരിക്കും ചൊല്ലണം, അല്ലെങ്കിൽ ആ പോരുന്ന ശൈലിയിൽ അത് ചൊല്ലണം. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പാരമ്പര്യമുണ്ട്. അത് ശംസുൽ ഉലമ പഠിപ്പിച്ച പാരമ്പര്യമാണ്, അത് ഇമാമിങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യമാണ്. അപ്പൊ മുമ്പര് പറയാ സ്വലാത്തും തസ്ലീമോടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ രീതി അതാണെന്ന് അറിയിക്കാനാണ്, ചെല്ലാനല്ല. അത് ഇയാൾ ഉണ്ടാക്കിയതാ. രീതി അതാണെന്ന് അറിയാതെ എഴുതണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പാട്ടുണ്ടല്ലോ, അവിടെ രീതി എഴുതിനോ? അത് ചൊല്ലാൻ വേണ്ടി തന്നെ എഴുതിയതാണ്. കാരണം അതൊക്കെ ആരെ മദ്ഹാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം അത് പറയുമ്പോഴാണ് തറദ്ദാലി മൗലൂദിന് സ്ഥാനമുള്ളൂ. ഇത് സംസാരിച്ചു, അപ്പൊ ഇതിന്റെ മറുപടിയിൽ വന്നു. അപ്പൊ ഇത് ശക്തമായിട്ട് പഴമ നിലനിർത്തണം എല്ലാം. അപ്പൊ അത് അങ്ങനെ പറയുന്ന തോന്നിവാസമാണെന്ന് പറഞ്ഞു കൊടുക്കും വേണം. അതെല്ലാ തോന്നിവാസം പറയുമ്പോഴും പറയും വേണം. മഹാനരായ സയ്യിദുനാ ഹുസൈനാര് തങ്ങള് കർബലയിലേക്ക് പുറപ്പെട്ടത് ആത്മഹത്യാപരമാണെന്നും ഹുസൈനാരെ കൊല ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നും തന്റെ സ്വന്തം സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ എഴുതിയപ്പോ അത് ഏറ്റവും വലിയ തോന്നിവാസമാണെന്നും ആ തങ്ങൾ പറയേണ്ടതായിരുന്നു. അതെന്തായാലും പറയേണ്ടിയിരുന്നു. ഇത് പേരോണ് പറഞ്ഞു നല്ല തന്നെ, പക്ഷേ അതുകൂടി നമ്മൾ പറയേണ്ടതായിരുന്നു എന്നാണ് ആ കാലത്ത് നമ്മളത് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മങ്കൂസ് മൗലിദ് എന്നത് നമ്മുടെ മഹാരഥന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച വലിയ ഒരു സംഗതിയാണ്. അതിന്റെ പ്രമേയം ആരുടെ ജനനമാണ്? ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.